ആവശ്യം വന്നാൽ പുള്ളി ഒറ്റയ്ക്കേ ഉള്ളൂ. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നൊരു ചെറിയ ട്രിപ്പാണ് കേട്ടോ. കുട്ടിക്കാനം വരെ പോവാണ്. ഞാനുണ്ട്, നിഖിലുണ്ട്, എന്തുട്ടി ഹായ് പറഞ്ഞേ. അപ്പൊ ഈ ട്രിപ്പിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഞങ്ങൾ കാണുന്നതെന്ന് ഇപ്പം കാണിച്ചു തരാം, വഴിയെ കാണിച്ചു തരാം. ഇപ്പൊ നമ്മൾ പൊൻകുന്ന് അടുക്കാറ് കേട്ടോ. അപ്പം പൊൻകുന്ന് ഇപ്പൊ നല്ല മിസ്റ്റിന്റെ ഒരു മനോഹരമായ ഒരു കാഴ്ച അത് കാണിക്കാം. പൊൻകുന്നം ഭാഗത്തേക്ക് പോവുകയാണ്. അപ്പം അപ്പൊ ഒരു കാഴ്ച കണ്ടു. ഇത് ഞാൻ കേട്ടറിഞ്ഞിട്ടുള്ളത് ഇത് ലീലാമ ഓഡിറ്റോറിയം. ഇത് ഒരു തിയേറ്റർ ആയിരുന്നു കേട്ടോ. ആ തിയേറ്റർ ബാബുവാന്റെ സിനിമയുടെ ബാബുവാനുടെ ഇല്ല, അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണെന്ന് പറഞ്ഞു. അയ്യോടാ കിടിലം, ഇപ്പൊ കാണിക്കാം. അടിപൊളി. ഏതായാലും നന്ദൂട്ടന്റെ സ്വപ്നമാണ് ബിസിനകത്തോടെ ഇങ്ങനെ സഞ്ചരിക്കുക എന്ന് പറയുന്നത്. ഏതൊരു വാഹനം, ഒരു ആംബുലൻസ് അത് കേട്ടു. ജസ്റ്റ് ഒന്ന് അപ്പോട്ട് കയറിപ്പോട്ടെ. മിസ്റ്റ് ഉണ്ടോ? കിടില മിസ്റ്റ്, ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി. ആഹാ, നമ്മളിപ്പോ ഒരു ഊട്ടി കൂടെ പോകുന്ന, കൊടൈക്കനാലിൽ കൂടെ പോകുന്നതാണ് കണ്ടല്ലേ. നിഖില് ആ ലൈറ്റ് വന്നിട്ട്, പാർക്ക് ലൈറ്റ് വന്നിട്ടേ. അപ്പൊ അങ്ങനെ നമ്മള് പൊണങ്ങുന്ന ടൗണിലെത്തി കേട്ടോ. നല്ല മിസ്റ്റാണ് കേട്ടോ. ആഹാ, ഏതായാലും ഇന്ന് കൊട്ടാരമായി കേട്ടോ. ആഹാ, ഇത് നല്ല ഫോഗാണല്ലോ. നമ്മൾ മുണ്ടൊക്കെ നമ്മുടെ സ്ഥിരം കയറി ഇറങ്ങി വെച്ചിട്ടുണ്ട്. പാലത്തിൽ തന്നെ കയറി അത്യാവശ്യമായിട്ട് പുള്ളിക്ക് എന്തോ അത്യാവശ്യം. ലഡാക്കിലാണ് ഞാൻ മിണ്ടാതിരിക്കുന്ന വെച്ചോണ്ട് രോഷം പാടില്ല. ഇച്ചിരി കൂടുതൽ ഡ്രൈവിംഗില് ഏറ്റവും വേണ്ടത് ക്ഷമയാണ്. അതൊക്കെ നശിപ്പിക്കും. നമ്മളങ്ങനെ മുണ്ടക്കയം കഴിഞ്ഞ് കഴിഞ്ഞാണ് നമ്മുടെ ഈ ഹൈ റേഞ്ചിലെ, അതായത് ഈ കുട്ടിക്കാനം ഭാഗത്തേക്ക് പോകാനുള്ള മനോഹരമായ കാഴ്ചകളുള്ളത്. 21 കിലോമീറ്റർ ആണ് കുട്ടിക്കാനം ടു മുണ്ടക്കയം. അങ്ങനെ മുണ്ടക്കയം കഴിഞ്ഞുള്ള ഏകദേശം 35 മൈലെത്തി. അപ്പൊ ഇവിടുന്നാണ് പിന്നെ മനോഹരമായ കാഴ്ചകൾ തുടങ്ങിയത്. കാണാം. ഇവിടെ നമ്മൾ ചുരം തുടങ്ങുന്നുണ്ട്. അടുത്ത വണ്ടി പോകണ അടുത്ത് ഇന്ത്യയിലാ പോണേ. ടൈമല്ലേ? അടിപൊളി. താഴത്തെ ഒന്നും കാണാൻ പോലും പറ്റുന്നില്ല. ഇതിലൂടെ താഴെ നല്ല കാഴ്ച കേട്ടോ. അടിപൊളി. അങ്ങനെ നമ്മള് കൊടികുത്തി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിട്ട് കൊടികുത്തി. അപ്പൊ ഇവിടെ ഒരു ചെറിയ കാഴ്ച, നമുക്ക് ആ കാഴ്ച കാണാം. കൊടികുത്തി കൊണ്ട് നമ്മൾ വണ്ടി നിർത്തിയിട്ട് നമ്മളിങ്ങനെ നടന്നു കുറച്ച് മുന്നോട്ട് നടന്നു വന്നു കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്നറിയാമോ? താഴെ ഇങ്ങനെ മേഘം ഇറങ്ങി കിടക്കുന്നതാണ്. ഉണ്ടോ? ഇത് കാണാനാണ് കൊണ്ടുവന്നത്. പക്ഷെ ഇത് ഇങ്ങനെയല്ല, ഇതിലും ഭയങ്കരമായിരുന്നു ഇന്നലെ ഞാൻ വണ്ടിയായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ. ഞാൻ അവിടെ വണ്ടി ഇട്ട ഉദ്ദേശം എന്താണെന്നറിയോ? നമ്മൾ ഇവിടെ ഈ ടേണിങ്ങിലൊക്കെ വണ്ടി ഇട്ട് കഴിഞ്ഞാൽ വലിയ വാഹനത്തിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ അവിടെ വണ്ടി ഇടാൻ പറഞ്ഞു. വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ വണ്ടി ഇട്ടേ വരാവും. കാരണം അപ്പം അതിന് ബുദ്ധിമുട്ടുണ്ടെന്ന് ഞാൻ കാണിക്കാം. അവിടെ കൊണ്ട് വണ്ടി ഇട്ടേക്കുന്നു. അതിനകത്തുനിന്ന് ആൾക്കാർ ഇറങ്ങുന്ന റോഡിലേക്കായിരിക്കും. കണ്ടോ, റോഡ് ഇറങ്ങുന്നതുണ്ടോ? അപ്പോൾ ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ മറ്റുള്ള വണ്ടിക്കാർ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ടേണിംഗ് ആണ്. അപ്പോൾ അവിടെ നിന്ന് ഒരു വലിയ വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ശകലം നടക്കണം എന്നുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ, ഒരു ബുദ്ധിമുട്ടായിട്ട് കണക്ക് കൂട്ടണ്ട. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കാഴ്ചകളൊക്കെ മനോഹരമായിട്ട് കാണാൻ പറ്റും, ആർക്കും റിസ്ക്കും ഇല്ലാതെ. നോക്കിക്കണ്ട, അടിപൊളി.
ഞങ്ങളങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മുടെ ഫുഡ് മരിയ എന്ന് പറഞ്ഞ ഫോട്ടോയിൽ കയറി കഴിച്ചോണ്ടിരിക്കുന്നു. ഫുഡൊക്കെ ആവറേജ്, അതെന്താ അല്ല മോളാണ് റിസൾട്ട് പറഞ്ഞത്, അതുകൊണ്ട് പറയാം. പിന്നെ ഇവിടുന്ന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കാരണം കാര്യം എന്ന് പറഞ്ഞു വെച്ചാൽ ഇപ്പൊ കാണിക്കാം. ഞങ്ങൾ ഭക്ഷണം കഴിച്ച് തീരറൊക്കെയായി. ഇവിടുന്ന് കാണാൻ പറ്റുന്ന കാഴ്ച ഇവിടെ മിസ്റ്റ് കീറി വരുവാണ്. ഇതാണ് ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത. അതായത് ഇവിടുന്ന് നിങ്ങൾ ഫോണൊക്കെ താഴെ പോയി കഴിഞ്ഞാൽ അങ്ങ് പോയി, അങ്ങ് താഴെ പോയി. അതുകൊണ്ട് ഇവിടെ നിന്ന് വല്ലതും കഴിക്കുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം. അവിടെ അവിടെ KSRTC ബസ് പോകുന്നൊക്കെ കാണാൻ പറ്റുന്നതാണ്. അപ്പൊ ഇവിടുന്ന് കഴിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വഴി കേട്ടോ. KSRTC ബസ് കിട്ടിയില്ലോ എന്ന് വിചാരിക്കുന്നു. വിക്ടോറിയ നമ്മുടെ ആള് തന്നെയാണല്ലോ. അതെ, അടിപൊളി കണ്ടോ. ഇന്നത്തെ യാത്ര ഒരിക്കലും നഷ്ടമാണെന്ന് എനിക്കും വലിയ ഇഷ്ടം. മഞ്ഞ് വലിയ ഇഷ്ടമാണ് കേട്ടോ. ഇന്നത്തെ യാത്ര ഒരു നഷ്ടമല്ല. ചെറിയ വെള്ളച്ചാട്ടങ്ങള്, ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. ട്രെയിനിലുണ്ട്. സെന്റ് ജോർജ് ഉണ്ടെന്ന് പറഞ്ഞു കാണിക്കാൻ കൊള്ളാൻ പുല്ലല്ലേ സൗണ്ട്. അങ്ങനെ നമ്മള് മുറിഞ്ഞുപുഴ പാസ് ചെയ്തു. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് നിന്നുമുള്ളിപ്പാറ വെള്ളച്ചാട്ടമാണ്. അടിപൊളി ബെസ്റ്റാണ്. നിന്നുമുള്ളിപ്പാറ വെള്ളച്ചാട്ടമാണ്. ഏതായാലും ഇന്നത്തെ യാത്ര ഒരു ചെറിയ നഷ്ടമല്ല. കാരണം എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിച്ച് എന്തൊക്കെയാ അതൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. നല്ല മിസ്റ്റ്, നല്ല ക്ലൈമറ്റ്, ചെറിയ തണുപ്പ്. അങ്ങനെ നമ്മളിങ്ങനെ ഇപ്പം സന്തോഷത്തോട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സന്തോഷം നമുക്ക് യാത്ര തീരാൻ വരെ ഉണ്ടാവട്ടെ. എന്തായാലും ഈ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് നിന്നുമുള്ളിപ്പാറ വെള്ളച്ചാട്ടം നമുക്ക് കാണാം. സാമാന്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴൊക്കെ അങ്ങോട്ട് നമ്മൾ നല്ല രീതിയിലുള്ള വെള്ളം ഉണ്ട് അവിടെ. പിന്നെ ഇത് നമ്മളിപ്പോ ഇങ്ങനെ പോകുമ്പോൾ മുറിഞ്ഞുപുഴ കഴിഞ്ഞിട്ട് വലത്ത് സൈഡില് വലിയ മല കാണും. പക്ഷെ ഇപ്പൊ അത് കാണത്തില്ല, മഞ്ഞ് കാരണം കാണത്തില്ല. അവിടെ തെളിഞ്ഞു നിൽക്കുന്ന സമയത്ത് ചില സമയത്ത് ഈ ആനയും കാട്ടുപോത്തൊക്കെ കാണാം കേട്ടോ. ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാ പറഞ്ഞത്. അപ്പുറത്ത് മേഞ്ഞ് നടക്കുന്നത് കാണാം, അതായത് തീറ്റ് തേടി നടക്കുന്നത് കാണാം. അങ്ങനെ നമ്മള് നിന്നുമുള്ളിപ്പാറ മുറിഞ്ഞുപുഴ വാട്ടർഫാളിന് സമീപത്തിരിക്കുകയാണ് കേട്ടോ. നമുക്ക് ഇനി ഇറങ്ങി കാഴ്ചകളൊക്കെ കാണാം. ഒരുപാട് നല്ല തിരക്കുണ്ട്. ഇത് അങ്ങോട്ട് വണ്ടി കൊടുക്കായിരുന്നു. അങ്ങോട്ട് വീടുണ്ട് അതുകൊണ്ട് അപ്പുറത്തില്ല. ഇവിടെ ഇറങ്ങി കാഴ്ചകളാണ്. അങ്ങനെ നമ്മള് വളഞ്ഞെങ്ങാനം വാട്ടർഫാള്, അല്ലെങ്കിൽ മുറിഞ്ഞുപുഴ വാട്ടർഫാള്, അല്ലെങ്കിൽ നിന്നുമുള്ളിപ്പാറ വാട്ടർഫാള് അവിടെ എത്തി. പണ്ട് ഇത് പറഞ്ഞുകൊണ്ടിരുന്ന പേര് നിന്നുമുള്ളിപ്പാറ വെള്ളച്ചാട്ടം എന്നാണ്. അത് കഴിഞ്ഞ് പിന്നെ കുറെ ഇങ്ങോട്ട് പ്രശസ്തിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ വളഞ്ഞെങ്ങാനം എന്ന് പറഞ്ഞു ഇപ്പം മുറിഞ്ഞുപുഴ വാട്ടർഫാൾ എന്നായി. പണ്ട് ഞാനൊരു ലോറി പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ അറിഞ്ഞ പേര്, എനിക്കറിയാവുന്ന പേര്, എനിക്ക് അച്ഛൻ പറഞ്ഞ പേരാണ് നിന്നുമുള്ളിപ്പാറ വെള്ളച്ചാട്ടം. അപ്പൊ നമുക്ക് ആ വെള്ളച്ചാട്ടം ഒന്ന് കാണാം. ഓക്കെ, അവരെല്ലാം ഹാപ്പിയാണ്. അവരെല്ലാം ഇവിടുത്തെ കാഴ്ചകൾ കണ്ടോണ്ടിരിക്കുക. ഇത്ര നേരം വെള്ളച്ചാട്ടം കണ്ടത് ഇവിടുത്തെ കാഴ്ചകളാണ് കണ്ടത്. ഞാൻ ആഴ്ചയിൽ 3 തവണ ഇതുവഴിയാണ് പോകുന്നത് കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ വെള്ളച്ചാട്ടത്തിലാണ്, ഈ വെള്ളച്ചാട്ടത്തിന് മുന്നിൽ കൂടെ പോകുന്നത്. ഇപ്പൊ ഇവിടുത്തെ കാഴ്ച കണ്ടോ, ഇങ്ങോട്ട് നോക്കി അടിപൊളിയാണ്. ഇതിലോ നമുക്ക് ഇവിടെ ഇറങ്ങിയിട്ടില്ല. അതിന് മുമ്പായിട്ട് വേറൊരു കാര്യം കൂടെ പറയാം. കുരങ്ങിന്റെ ശല്യം ഉണ്ട്. ഇതുണ്ടോ, കുരങ്ങ് കയറി ഇരിക്കുന്നുണ്ട് കാറിന്റെ ഒക്കെ മണ്ടയ്ക്ക്. ഇവിടെ കൊണ്ട് വണ്ടി ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഈ കുരങ്ങിന്റെ ശല്യം ഉണ്ടാവും. കൂടാതെ ഈ വളവുകളിൽ ഇതുപോലെ കൊണ്ട് വണ്ടി പാർക്ക് വരുന്നത്, പാർക്കിങ്ങല്ല പതുക്കെ കൊണ്ടുവരുന്നത്. കാരണം കുറേ വരുന്ന ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. ഇവിടെ കൊണ്ട് ഇങ്ങനെ കൊണ്ട് വണ്ടി ഇടാറുണ്ട്. അങ്ങനെ ഇടാതിരിക്കുക, അത് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമുക്കിനി ഞാനിപ്പം എൻ്റെ ആദ്യം നിന്ന് ഇറങ്ങും.
ഇതാണ് ഇതിന്റെ ഒരു ഈ പാലത്തിന് അടിവശം കേട്ടോ. ഇതാണ് വെള്ളച്ചാട്ടം കണ്ടോ. ഈ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ജോഷി ഭാഗമറ്റത്തിൻ്റെ സിനിമ നോവൽ സിനിമ ആയതിൻ്റെ വളയം എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്ത് ഇവിടെ കേട്ടോ. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. അടിപൊളിയാണ്. നമ്മളങ്ങനെ കുട്ടിക്കാനം എത്തി കേട്ടോ. കുട്ടിക്കാനം കുട്ടിക്കാനത്ത് ഇപ്പൊ നല്ല മിസ്റ്റ് ടൈമാണ്. നോക്കി എല്ലാം മഞ്ഞ നോക്കി, അടിപൊളി മഞ്ഞ ദിവസത്തിൽ നമുക്ക് ഇവിടുന്ന് നേരെ പോയിട്ട് ലെഫ്റ്റ് പോണേ. ആ ബസ് കിടക്കുന്നുണ്ടോ, ചുവന്ന ബസ്, അമല ബസ്. അതെ പറയാം.